നമ്മൾ ഇന്ന് ഈ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു നൈറ്റിൻ്റെ മൂൺലൈറ്റ് പെയിൻറ്റിങ്. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പെയിൻറ്റിങ് ചെയ്യുമോയെന്ന്. അപ്പോൾ നിങ്ങളെ റിക്വസ്റ്റ് അനുസരിച്ച് ഇതാ വീഡിയോ വന്നു. അപ്പോൾ നമ്മൾ പോസ്റ്റർ കളറിൻ്റെ വാരിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ബേസിക്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് പോസ്റ്റർ ബ്ലൂ അല്ലെങ്കിൽ കൊബാൾട്ട് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. കൊബാൾട്ട് ബ്ലൂ ആംഗിൾ ബ്രഷ് സൈസ് 6 ആംഗിൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം യൂസ് ചെയ്തിട്ടില്ല. ബ്രഷ് കഴുകുമ്പോൾ അതിനകത്തൊരു എമൗണ്ട് വെള്ളം ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. അത് തുടച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ജസ്റ്റ് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മൂണിൻ്റെ ഏരിയ ജസ്റ്റ് അവിടെ മാത്രം ആ ഒരു ഗ്യാപ്പ് ഒന്ന് വിട്ടിട്ടുണ്ട്. വിട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആക്രിലിക് പോലെ എല്ലാ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മോൾ ഭാഗത്ത് കുറച്ച് ബ്ലാക്ക് ഇത് ഡ്രൈ നമ്മൾ ബ്ലൂ കൊടുത്തത് ഡ്രൈ ആയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ബ്ലാക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇൻ ബിറ്റ്വീൻ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബ്ലാക്ക് ജസ്റ്റ് ബോർഡറിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെയ്യുമ്പം ബ്ലൂ വെറ്റായിരിക്കണം. പക്ഷേ ബാക്കി പെയിൻ്റ് ഒന്നും ഡ്രൈ ആയിട്ടില്ല. ഒരുമിച്ച് വെറ്റാവാണ്ട് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മൗണ്ടെയിൻ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടല്ല, ബ്ലാക്കിൽ നിന്ന് കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലൂവും റെഡും, അത് കൊബാൾട്ട് ബ്ലൂവും പോസ്റ്റർ റെഡ് കളറും മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ് കിട്ടുക, ആ ഒരു കളറാണ് കിട്ടുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ തന്നെ കാണാം, നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്തതും ഈ ഒരു കളർ അപ്ലൈ ചെയ്തതും രണ്ട് കളറിനും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഞാൻ ആ ബ്ലാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലാക്ക് തന്നെയാണെന്ന് തോന്നിയെന്ന് വരും. പക്ഷേ ഇത് ബ്ലാക്ക് അല്ല, ഇത് ബ്ലൂ റെഡ് മിക്സ് ആണ്. ഇപ്പോൾ അതിൻ്റെ തൊട്ട താഴത്ത് ബ്ലാക്ക് വെച്ച കളർ മിക്സ് ചെയ്ത് അടിച്ചപ്പം കണ്ടില്ലേ ഒരു വ്യത്യാസം. അപ്പം ബ്ലാക്കിൻ്റെ അത്ര ഡാർക്കല്ല നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു ഡാർക്ക് കളർ. അത് കഴിഞ്ഞിട്ട് താഴോട്ടേക്കൊക്കെ കുറച്ച് അങ്ങനെ സ്റ്റോണൊക്കെ ഉള്ള പോലെ വരച്ചു. പിന്നെ ഇനി അതിനകത്ത് ഇത് വെള്ളമാണല്ലോ താഴെ, അപ്പോൾ ആ വെള്ളം സ്കൈയിലുള്ള തന്നെ അതേ സംഭവം താഴെയും വരയ്ക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ബ്ലൂ യൂസ് ചെയ്തിട്ട് കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത്, അപ്പോൾ ഈ കല്ലൊന്നും ഡ്രൈ ആയിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും വീണ്ടും നമ്മൾ ബ്ലൂ വെച്ച് അടിക്കുമ്പം ആ കല്ലിൻ്റെ കളറും ഈ ബ്ലൂവും കൂടി കുറച്ചൊന്നും ബ്ലെൻഡ് ആവും. അപ്പോൾ ആ എൻഡുകളൊക്കെ ഈ കല്ലിങ്ങനെ നിൽക്കുന്ന വെള്ളമായിട്ട് തട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ബ്ലാക്കും ബ്ലൂ ആയിട്ട് ബ്ലെൻഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മളിതിനകത്ത് നമ്മൾ വാട്ടർ കളറും ആക്രിലിക്കൊക്കെ ചെയ്യുന്ന ഒരു ലെയർ അടിച്ച് ഡ്രൈ ആക്കാൻ വെച്ച് അതൊന്നും ചെയ്യുന്നില്ല. ഒറ്റയടിക്ക് ഒരൊറ്റ ലെയർ ഇങ്ങനെ ഒറ്റ ഇതിൽ ചെയ്ത് വരികയാണ്. അധികം സമയമൊന്നും എടുക്കില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് നിങ്ങൾ ഈ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി എടുക്കുക കേട്ടോ. ഇതിനകത്ത് റിഫ്ലക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലുള്ള എന്തുണ്ടോ അത് താഴോട്ടും വരയ്ക്കുക. ഇപ്പോൾ കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂണിന് താഴെ വരച്ചിട്ടില്ല. മൂണിൽ ജസ്റ്റ് കുറച്ചൊരു ഇതൊക്കെ പ്ലെയിൻ വൈറ്റ് ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ആക്കി ഇടാം. ഞാൻ ജസ്റ്റ് കുറച്ച് ബ്ലാക്ക് കൊണ്ട് ഡോട്ട് ചെയ്ത് ഇതാക്കിയെന്നുള്ളൂ. പിന്നെ സ്പ്ലാറ്റർ ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ബ്രഷിൻ്റെ മുകളിൽ വേറെ ബ്രഷ് വെച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള പെയിൻറ്റ് ഇതിലേക്കാവും. അപ്പോൾ അതിന് വൈറ്റ് കുറച്ച് വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ചെയ്ത് പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർ പോലെ സ്പ്രിങ്കിൾ പോലെ ആണ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി വരയ്ക്കുകയും ചെയ്യാം, പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് വേഗത്തിൽ കഴിയും. പിന്നെ മൗണ്ടെയിൻ്റെ ഒരു സൈഡ് ഡാർക്കും ലൈറ്റ് വീഴുന്ന സൈഡ് കുറച്ച് ലൈറ്റായിട്ടാണ് വരിക. അപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് കൊബാൾട്ട് ബ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഭയങ്കര ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക പേപ്പറിന് തൊട്ടില്ലാന്നുള്ള രീതിക്ക് അടിച്ചു കൊടുക്കുക. അപ്പം എന്താ പറയുക കുറച്ച് ക്രാക്ക് അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നിട്ടാണ് ഡീറ്റെയിൽ വരിക. അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിൽ ചെയ്യുക. അപ്പം ഒരു സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിൽ ലൈറ്റിൽ അതിനെ കൊണ്ട് കുറച്ച് ഡാർക്കായിട്ടും റൈറ്റ് സൈഡിൽ ലൈറ്റ് ഇങ്ങനെ ലൈറ്റ് വീഴുന്നതിനെ കൊണ്ട് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് എന്താ പറയുക ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ടുള്ള പല കളറുകൾ ഉണ്ടാവില്ലേ, അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തേക്കുള്ള മൗണ്ടെയിനൊക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഡാർക്കായിട്ടും ലൈറ്റ് വീഴുന്ന സൈഡ് കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ്റെ മുകളിലും ഇതന്നെ വരും. കുറച്ച് എന്താ പറയുക ഒരു വൈറ്റ് പോലെ കുറച്ച് സ്പ്രെഡായ രീതിക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ ഫില്ലായ വൈറ്റ് പോലെ കൊടുക്കണമെന്നില്ല. കാരണം വെള്ളത്തിൽ ആ റിഫ്ലക്ഷൻ വരാമെന്ന് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞിട്ട് വെള്ളവും മൗണ്ടെയിനും തമ്മിൽ അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വൈറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ബ്രഷ് 6i00 ഡീറ്റെയിൽ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി വെള്ളത്തിലുള്ള മൗണ്ടെയിൻ ഇതേപോലെ ലൈറ്റ് വീഴുന്നതനുസരിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യുകയാണ്. മൗണ്ടെയിൻ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് വേവ്സ് പോലെ ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്ത് കുറച്ച് ലൈൻസ് അവിടെയും ഇവിടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മൾ മൂണിനെ വരയ്ക്കുകയാണ്. മൂന്ന് നിങ്ങൾക്ക് പ്യുവർ വൈറ്റ് ആയിട്ട് വരയ്ക്കാൻ ഡയറക്റ്റ് റിഫ്ലക്ഷനുള്ള പോലെ, ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീണിട്ട് കുറച്ച് ഷേക്കി ആയി പോയി, അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ വെള്ളം ഇങ്ങനെ നീങ്ങുന്നതിനെ കൊണ്ട് ആ കറക്റ്റ് വട്ടമല്ല എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ നീങ്ങുന്നു, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് റിഫ്ലക്ഷൻ കുറച്ച് നീങ്ങുന്നുള്ള പോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രീൻ്റെ എന്താ പറയുക ചെറി ബ്ലോസം പോലെ ഒരു ട്രീൻ്റെ കുറച്ചൊരു ഭാഗം താഴോട്ട് നിൽക്കുന്ന പോലെ വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഡാർക്കായിട്ട് കളർ ഉണ്ടാക്കില്ല, റെഡും ബ്ലൂ യൂസ് ചെയ്ത് അതേ കളർ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം സ്കൈൻ്റെ അവിടെ എവിടെയും ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്തില്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റിങ്ഷൻ ആയി നിൽക്കാൻ വേണ്ടി ഈ കളർ യൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഡീറ്റെയിൽ ബ്രഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ബ്രഷോ യൂസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ബ്രാഞ്ചസ് ഒക്കെ വരച്ചു കൊടുക്കുക. ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരു ട്രീ എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ പോയി നോക്കുക. ഒരുപാടധികം വീഡിയോസ് ബേസിക് ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വാട്ടർ കളർ, ആക്രിലിക് ട്യൂട്ടോറിയൽ, പോസ്റ്റർ കളർ ട്യൂട്ടോറിയൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറി ബ്ലോസംസിന് ആ ഒരു ഫ്ലവറിൻ്റെ ഇത് കൊടുക്കുകയാണെങ്കിൽ ലീഫ് വേണം കൊടുക്കാം കേട്ടോ. കുറച്ച് വൈറ്റും റെഡും മിക്സ് ചെയ്തിട്ട് പോസ്റ്റർ റെഡും മിക്സ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആംഗിൾ ബ്രഷിൻ്റെ ഒരു എഡ്ജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ടെക്സ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ബ്രഷുകൾ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെൻസ് ആക്കണമെങ്കിൽ ഡെൻസ് ആക്കാം. ഇത് ഇങ്ങനെ ചെയ്ത് പിന്നെ ഇതിപ്പോൾ കുറച്ച് റെഡ് മിക്സ് ചെയ്തൊരു കളറല്ലേ, ഇനി അത് കുറച്ചും കൂടി എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കൊണ്ടും ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ അത് കുറച്ചും കൂടി എടുത്ത് നിൽക്കും, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബ്രാഞ്ചസും താഴ്ന്ന് വേണമെങ്കിൽ മരം വരുന്ന പോലെയും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങളേതായ കുറച്ച് ഐഡിയാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളൊരു തിങ്കിങ് ലെവലും ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളേതായ ഐഡിയാസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ടുള്ള ബ്രാഞ്ച് ആഡ് ചെയ്ത് അതിനകത്ത് 2 വേർഡ്സ് ഇരിക്കുന്ന പോലെ വരയ്ക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് ഇമാജിനേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഗ്ലോസിൽ നമ്മൾ മുകളിൽ വരച്ചപ്പോൾ അതേ റിഫ്ലക്ഷൻ താഴെയും വരയ്ക്കാൻ മറക്കണ്ട, വെള്ളത്തിൽ കുറച്ച് റിഫ്ലക്ഷൻ പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, ഇതേപോലെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷനായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു സൈഡിൽ ഇരിക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്ന് നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക്സ് പറഞ്ഞു തരികയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ അതിനെ ഇലാബറേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൽ അതേ ചോദ്യം അല്ലല്ലോ ചോദിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് വേറെയൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കില്ല. അപ്പം നമ്മൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആവില്ലേ. അതേപോലെ തന്നെ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും എന്തൊരു ഇതാണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ഇതിനെ കാണുക. അതായത് എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇത് പഠിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണേ. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളേതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആഡ് ചെയ്ത് ചെയ്യാം കേട്ടോ. എപ്പോഴും ഇതിപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ ഐഡിയ എന്താണ് അത് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.